walking down this road of mine, this road that I call home, so am I wrong? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന അടുത്ത ട്രിപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആ സ്ഥലങ്ങൾ നിങ്ങളും കൂടെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നല്ലൊരു സ്ഥലമായിരുന്നു. ഇതും വെള്ളം തന്നെയാണ്, പക്ഷേ ഇതിലൊരു ഹിഡൻ സ്പോട്ട് കൂടെ ഉണ്ട്. അത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ക്ലിപ്പുകളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ വന്നിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ ഈ ചങ്ങാടത്തിൽ കയറി ഞങ്ങളത് അക്കരയ്ക്ക് പോവുകയാണ്. നല്ല അത്യാവശ്യം ഒഴുക്കുള്ള വെള്ളമാണ്, അതുപോലെ തന്നെ ആഴവും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ അപ്പുറത്തൊരു കേവ് ഉണ്ട്. ആ കേവിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇതിൻ്റെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ രണ്ട് സൈഡും പാറയാണുള്ളത്. വലിയ വലിയ പാറകളാണ്. അതിനിടയ്ക്കാണ് നടുക്കാണ് ഈ വെള്ളം വരുന്നത്. ഇതാണ് ഞങ്ങളുടെ ഗ്യാങ്. ഇത്രയും പേരാണ് ഞങ്ങൾ പോയത്. ഇതിലൊരാൾ ഫിലിപ്പീനോ ആണ്. അത് ഞങ്ങളുടെ ആത്തയാണ്. ഞങ്ങൾ ആത്തയെന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. ഞങ്ങൾ നേരെ ഈ ഗുഹ, ഈ കേവിനകത്തൂടി നമ്മൾ കയറി അപ്പുറത്തെ എക്സിറ്റിൽ ഇറങ്ങണം. ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇതിൽ കയറിയത്. എന്താ ഇവരിങ്ങനെ റോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ വലിഞ്ഞ് പിടിച്ചൊക്കെ കയറണം. കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഓരോ സ്റ്റെപ്പും വെച്ചത്. ഇതിൽ വീഡിയോസ് എനിക്ക് അധികം ആഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ടായിരുന്നു. അതാണ് വീഡിയോസ് അധികം എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗൈഡ് പറയുന്ന അനുസരിച്ചാണ് ഞങ്ങൾ ഓരോ സ്റ്റെപ്പും വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തി. ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ എക്സിറ്റിലോട്ട് ഈ ഗുഹ വഴി ഞങ്ങൾ എത്തി. ഇതിൻ്റെ ഇടയ്ക്ക് എൻഡിൽ വന്ന സമയത്ത് ഞങ്ങളിൽ വന്ന ഒരാൾക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെട്ടു. പക്ഷേ ഓക്കെ ആയി, വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും എത്തി. അത് കഴിഞ്ഞ് പുറകു വശത്തൂടെ ഞങ്ങളിങ്ങനെ ഇറങ്ങി വരുന്നത്തേക്ക് ഈ കാടാണ്. ഇത് സത്യം പറഞ്ഞാൽ ഫുൾ കാടാണ്. ഈ കാടിനകത്തൂടെയാണ് നമ്മൾ പിന്നെ പുറത്തോട്ട് വരുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു കല്ല്. ഈ കല്ല് കാണുന്ന പോലെയല്ല, നല്ല മുള്ളുപോലെ കുത്തുന്ന ഒരു കല്ലാണ്. നല്ല വേദനിക്കും. ചപ്പലിടാണ്ട് നമുക്കിതിൽ ചവിട്ടാനേ കഴിയില്ല. അവിടെ വലിഞ്ഞ് കയറിക്കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു ഹെവൻ തന്നെയാണ്. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹെവൻ. ഇതിലും എനിക്ക് ഹെവൻ തന്നെയാണ് പറയാനുള്ളത്. അത്ര ഭംഗിയായിരുന്നു. ആകാശമൊക്കെ കാണാൻ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഞങ്ങൾ വെള്ളത്തിലോട്ടാണ്. ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിലോട്ട് ചാടി. ഈ പോകുന്ന വഴിയിൽ ഇവരിങ്ങനെ മുളക്കമ്പൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് ചാടി പോകാൻ പറ്റില്ലല്ലോ. കണ്ടില്ലേ, ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഈ വെള്ളവും ഈ ഒരു ആകാശവും കാണാനൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ കാണുന്ന വെള്ളത്തിൻ്റെ കളർ ഇത് ഫിൽറ്ററോ എഫക്റ്റോ ഒന്നുമല്ല, നാച്ചുറലായിട്ടുള്ള കളറാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് വെള്ളത്തിൽ ചാടി. ചെറിയ രീതിക്ക് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ സമയം വെള്ളത്തിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. ആ സമയത്ത് വേറെയും ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ഈ ട്രിപ്പിൻ്റെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.